ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്ത് പ്രശ്നം? ക്ഷേത്രാചാര്യനായ ഗോപൻ സ്വാമിയുടെ സമാധിയെ ചൊല്ലി വൻ വിവാദം. സമാധിയായ ശേഷം അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ് കുഴിച്ചുമൂടിയതെന്നാണ് മക്കളുടെ വാദം. ഈ നൂറ്റാണ്ടിനെ വലിച്ചഴച്ച് മനുസ്മൃതിയുടെ കാലത്തേക്ക് കൊണ്ടുപോകരുത്, തെറ്റാണ്. ഞാൻ സമാധിയാവാൻ എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ പത്മാസനത്തിൽ ഇരിക്കുകയാണ് ആ പീഠത്തിൽ. ഞാൻ വിശ്വസിക്കില്ല. നടക്കാത്ത സംഗതി വിളിച്ചു പറഞ്ഞു വെറുതെ നാറണ്ട. ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ് സമാധി. എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച സമാധിയെ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. വിശ്വാസം വരുന്നില്ലല്ലേ? ലീവ് ഇറ്റ്. ഇത് സിനിമയല്ല, പച്ചയായ ജീവിതമാണ്. കള്ളം പറയുമ്പോൾ ആലോചിച്ച് വേണം പറയാൻ. യു ഷുഡ് നോട്ട് കോൺട്രഡിക്ട് യുവർസെൽഫ്. ബിപിക്കുള്ള ഗുളികയും കഴിച്ചു, പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് കഞ്ഞിയൊക്കെ കുടിച്ചു സമാധിയാവാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് അച്ഛൻ സമാധി ഇരുന്നത്. നല്ല തറവാടിത്തുള്ള കള്ളന്മാരാ. നുണ പറയാം, അതിൽ വിശ്വസനീയത വേണം. എനിക്കൊരു സംശയം. മരിക്കാൻ പോണ ആള് VP-യുടെ ഗുളിക കഴിച്ച്, ഷുഗറിന്റെ ഗുളിക കഴിച്ച്, പിന്നെ കഞ്ഞി കുടിച്ച് മരിക്കാൻ പോണ ആൾ ഇതെല്ലാം ചെയ്തിട്ട് പോകും. അല്ല, അത് പിന്നെ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. ബുദ്ധിമാനായിക്കോ, പക്ഷെ മറ്റുള്ളവരെ അങ്ങ് വെറും മണ്ടന്മാരായി കളയരുത് കേട്ടാ. മരണം ഉറപ്പിക്കാൻ ഒരു ഡോക്ടർ പറയണ്ടേ? അതെങ്ങനെ? ഞങ്ങൾ പറഞ്ഞില്ലേ മോനെ, നമ്മൾ സത്യമല്ലേ പറയുള്ളൂ. നിങ്ങൾ എന്നെ വിശ്വസിക്ക്. വിവരക്കേട് പറയുന്നത് അതിലുണ്ട്. ജീവൻ പോയി എന്നറിയാൻ ഡോക്ടർമാർ വല്ലതും പറയണ്ടേ? അങ്ങനെ പാടില്ല. ഓഹോ, അപ്പൊ എല്ലാരും ഒരു ഗ്രൂപ്പാണല്ലേ? അച്ഛന്റെ ജീവൻ പോകുമ്പോൾ നമ്മൾ തന്റെ സ്പന്ദനാടി ഇടുപ്പ് നിൽക്കും, തന്റെ ശ്വാസം നിൽക്കും. ഞാൻ ക്ഷേത്ര പൂജാരിയാണ്, എനിക്ക് അറിയാൻ പറ്റും. എന്താ നിങ്ങളെ വിചാരം? ഞാനിപ്പോ എന്താ വേണ്ടേ? നിക്കണോ അതോ പോണോ? അപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടെ നോക്കിയപ്പോഴും സംഭവം എല്ലാം മൂടി കെട്ടിയിരിക്കും. അതുകൊണ്ട് നമുക്ക് സംശയമുണ്ട് ജീവനോടെ വെച്ചതാണോ അല്ലാതെ വെച്ചതാണോ എന്നൊക്കെ. തന്നോട് ആരെങ്കിലും കെട്ടിയെടുക്കാൻ പറഞ്ഞ? മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകാരെ ഇപ്പം കൊണ്ടുവരണം. നിങ്ങളാണ് ആണുങ്ങൾ. വെറുതെ അനാവശ്യം പറയരുത്. എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര് എന്തൊക്കെ അറിയേണ്ടത്. പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് അമ്മയ്ക്ക് അതിന്? അമ്മയ്ക്ക് പറ്റൂല. സമാധി സമാധി സമാധി. എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ തിരുത്താൻ വരരുതെന്ന്. മനസ്സിലായോ? ഇതുപോലെ എന്തൊക്കെ അന്ധവിശ്വാസങ്ങൾ കേട്ടിരിക്കണു. കേരളത്തിൽ കേട്ടുകേൾവില്ലാത്തൊരു സംഭവമല്ലേ ഇതൊക്കെ. വടക്കേന്ത്യയിലൊക്കെ നടക്കുമായിരിക്കും. ഇവിടെ അയാൾ പറയുന്നു ആത്മാവ് പോകുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്. നിങ്ങളെയൊക്കെ കാണുന്ന പോലെ ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. കളിപ്പിക്കുമ്പോ ഒരു പുതുമ വേണ്ടേ? ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള സമാധി സ്ഥലത്ത് കല്ലറയിൽ മൃതദേഹം അടക്കി സ്ലാബിട്ട് മൂടിയെന്നാണ് മക്കളുടെ വിശദീകരണം. നീ ഒരു സ്വപ്ന ലോകത്താണ്, യാഥാർത്ഥ്യങ്ങളിൽ നിന്നും വളരെ അകലെ. ഞാൻ ചെയ്തത് തെറ്റല്ല, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷെ നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. പ്രസിഡന്റിന്റെ മെഡൽ കിട്ടേണ്ട ധീര പ്രവൃത്തിയല്ലേ ഇവൻ ചെയ്തത്? കേരള പോലീസ് ആരാണെന്ന് ഇന്ന് നീ വിവരം അറിയും. ഇന്ന് രണ്ടും കൽപ്പിച്ചാ ഞാൻ വന്നിരിക്കുന്നത്. ആ വിശ്വാസത്തിന് ഹാനികരമായിട്ട് കുത്തിപ്പൊളിക്കരുത്. വക്കീൽ വന്നു നിന്നുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറയുകയാണ്. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നവരാണ്. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാണ്ടിരിക്കുന്ന ഭംഗി അതത്ര നിസ്സാരമായി കാണുമൊന്നും വേണ്ട. അതാണ് ഏറ്റവും അപകടം. ഞങ്ങൾക്ക് പണിയുണ്ടാക്കണം.